ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനീഷാണ്. അനീഷ് ലേണിംഗ് അസംബ്ലി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നവോത്ഥാന നായകന്മാരിലെ അടുത്തൊരു വ്യക്തിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ റിപ്പീറ്റായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ നാമങ്ങളും അദ്ദേഹവുമായി ബന്ധപ്പെട്ട വർഷങ്ങളും ഒക്കെയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ചും PSCയിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ്. കേരളത്തിലെ LGSും അതുമാതിരി LGS മെയിൻസുമായി ബന്ധപ്പെട്ട ഡിഗ്രി ലെവൽ എല്ലാ എക്സാമുകൾക്കും പ്രധാനമായി ചോദിക്കുന്ന ഒരു ഭാഗമാണ് കേരള നവോത്ഥാനം. ഓക്കെ, അപ്പോൾ നവോത്ഥാനത്തിലെ നായകന്മാരാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ചട്ടമ്പി സ്വാമികളെക്കുറിച്ചാണ്. ചട്ടമ്പി സ്വാമികളുടെ ജനനം അറിയപ്പെടുന്നത് 1853 ഓഗസ്റ്റ് 25-നാണ്. ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് 1853 ഓഗസ്റ്റ് 25-നാണ്. ഓഗസ്റ്റ് 25-ന് പ്രത്യേകത എന്ന് പറയുന്നത് കേരള ഗവൺമെൻറ് ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നതാണ് ഓഗസ്റ്റ് 25. ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനമാണ് ഓഗസ്റ്റ് 25. ജീവകാരുണ്യ ദിനമാണ്. ഇത് ഓർത്ത് വയ്ക്കണം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു വർഷമാണ്. കേരള സംസ്ഥാന ഗവൺമെൻറ് ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് 25 ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നത് ഏത് നവോത്ഥാന നായകൻ്റെ ജന്മദിനമാണെന്ന് ചോദിച്ചാൽ ചട്ടമ്പി സ്വാമികളുടെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഡേറ്റ് ഒന്ന് ഓർത്ത് വയ്ക്കണം. അതുപോലെ തന്നെ ചട്ടമ്പി സ്വാമികൾ മരണം അറിഞ്ഞത് 1924 മെയ് 5-നാണ്. ചട്ടമ്പി സ്വാമികൾ മരിക്കുന്നത് 1924 മെയ് 5-നാണ്. ചട്ടമ്പി സ്വാമികളുടെ പിതാവിൻ്റെ പേര് വാസുദേവ ശർമ്മനാണ്. അതുപോലെ തന്നെ മാതാവിൻ്റെ പേര് നങ്ങേമ്മ പിള്ളയാണ്. ഇത് രണ്ടും അത്ര വലിയ ഇമ്പോർട്ടൻ്റ്. അദ്ദേഹത്തിൻ്റെ മരണവും ഡേറ്റും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പ്രത്യേകിച്ച് ജനന ദിവസം ഓർത്ത് വയ്ക്കണം. 1853 ഓഗസ്റ്റ് 25-ആണ് എന്ത് പറഞ്ഞത് ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നത്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം എന്നറിയപ്പെടുന്നത് അയ്യപ്പൻ എന്നാണ്. അദ്ദേഹത്തിൻ്റെ ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ നാമം അയ്യപ്പൻ. അദ്ദേഹത്തെ ബാല്യകാല നാമം അറിയപ്പെടുന്നത് കുഞ്ഞൻപിള്ള എന്ന പേരിലാണ്. ചട്ടമ്പി സ്വാമികളുടെ ബാല്യകാല നാമം അറിയപ്പെടുന്നത് കുഞ്ഞൻപിള്ള എന്ന പേരിലാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടുപേര് ഉള്ളൂർക്കോട്ട് വീട് എന്നാണ്. ചട്ടമ്പി സ്വാമികളുടെ വീട്ടുപേര് അറിയപ്പെടുന്നത് ഉള്ളൂർക്കോട്ട് വീട് എന്നാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം അറിയപ്പെടുന്നത് കൊല്ലൂറാണ്. ഓക്കെ, ജന്മസ്ഥലം കണ്ണമ്മൂല, തിരുവനന്തപുരത്തെ കണ്ണമ്മൂലയിൽ കൊല്ലൂർ എന്നാണ് സ്ഥലം അറിയപ്പെടുന്നത്. ഓക്കെ, ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലം അറിയപ്പെടുന്നത് തിരുവനന്തപുരത്തെ കണ്ണമ്മൂലയിലെ കൊല്ലൂറാണ്. നമ്മളിപ്പോൾ ഇതുവരെ നോക്കിയതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനം. അതായത് നമ്മൾ ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് 25. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം അയ്യപ്പൻ എന്നുള്ളത്, ബാല്യകാല നാമം കുഞ്ഞൻപിള്ള എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയതാണ്. അതുപോലെ വീട്ടുപേര് ഉള്ളൂർക്കോട്ട് വീട് എന്നറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടുപേര് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യനാണ്. അതുപോലെ തന്നെ ജന്മസ്ഥലം, ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലം എന്നറിയപ്പെടുന്നത് തിരുവനന്തപുരത്തിലെ കണ്ണമ്മൂലയിലെ കൊല്ലൂർ എന്നാണ്. ഓക്കെ, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസാണ്, അതും പഠിച്ചു വയ്ക്കണം. അടുത്ത ചട്ടമ്പി സ്വാമികൾ അറിയപ്പെടുന്ന പേരുകളാണ്. കാവ്യയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണ്. കാവ്യയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ കാഷായം ധരിക്കാത്ത സന്യാസി എന്നറിയപ്പെടുന്നതും ചട്ടമ്പി സ്വാമികളാണ്. കാവ്യയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നും കാഷായം ധരിക്കാത്ത സന്യാസി എന്നും അറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണ്. സർവ്വവിദ്യാധി രാജ എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണ്. ഓക്കെ, സർവ്വവിദ്യാധി രാജ, അതുപോലെ സദ്ഗുരു എന്നറിയപ്പെടുന്നതും ബാലഭട്ടാരകൻ എന്നറിയപ്പെടുന്നതും എല്ലാം ചട്ടമ്പി സ്വാമികളാണ്. സർവ്വവിദ്യാധി രാജ എന്നറിയപ്പെടുന്നു, സദ്ഗുരു എന്നറിയപ്പെടുന്നു, ബാലഭട്ടാരകൻ എന്നറിയപ്പെടുന്നതും ചട്ടമ്പി സ്വാമികൾ. അതുപോലെ തന്നെ ശ്രീ ഭട്ടാരകൻ എന്നറിയപ്പെടുന്നതും ചട്ടമ്പി സ്വാമികളാണ്. ബാലഭട്ടാരകൻ അല്ലെങ്കിൽ ശ്രീ ഭട്ടാരകൻ എന്നെല്ലാം അറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണ്. ഇതെല്ലാം PSCയിൽ റിപ്പീറ്റായി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയതാണ്, പഠിക്കേണ്ടതാണ്. അടുത്തതായി വിദ്യാധിരാജ എന്നറിയപ്പെടുന്നതും ചട്ടമ്പി സ്വാമികളാണ്. സർവ്വവിദ്യാധിരാജ എന്നറിയപ്പെടുന്നതും അതുപോലെ വിദ്യാധിരാജ എന്നെല്ലാം അറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണ്. വിദ്യാധിരാജ എന്ന് ചട്ടമ്പി സ്വാമികളെ വിശേഷിപ്പിച്ചത് 8.5 യോഗമാണ്. ഓക്കെ, 8.5 യോഗമാണ് ചട്ടമ്പി സ്വാമികളെ വിദ്യാധിരാജ എന്ന് വിശേഷിപ്പിച്ചത്. അടുത്തത് ഷൺമുഖദാസനാണ്. ഷൺമുഖദാസൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. ഓക്കെ, ഷൺമുഖദാസൻ എന്ന് ചട്ടമ്പി സ്വാമികളെ വിശേഷിപ്പിച്ചത് തൈക്കാട് അയ്യയാണ്. ഷൺമുഖദാസൻ എന്ന് ചട്ടമ്പി സ്വാമികളെ വിശേഷിപ്പിച്ചത് തൈക്കാട് അയ്യയാണ്. അതായത് ഹഠയോഗ ഉപദേഷ്ടാവാണ് തൈക്കാട് അയ്യ എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. ഹഠയോഗ ഉപദേഷ്ടാവാണ് തൈക്കാട് അയ്യ. ചട്ടമ്പി സ്വാമികളെ ഹഠയോഗ പഠിപ്പിച്ചതാണ് തൈക്കാട് അയ്യ. തൈക്കാട് അയ്യയാണ് ഇദ്ദേഹത്തെ ഷൺമുഖദാസൻ എന്ന് വിശേഷിപ്പിച്ചത്. അടുത്തത് സർവജ്ഞായ ഋഷി എന്നും പരിപൂർണ കലാനിധി എന്നും അറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണ്. സർവജ്ഞായ ഋഷി എന്നും പരിപൂർണ കലാനിധി എന്നും ചട്ടമ്പി സ്വാമികളെ വിശേഷിപ്പിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. ഈ രണ്ട് കാര്യങ്ങൾ, സർവജ്ഞായ ഋഷി എന്നും പരിപൂർണ കലാനിധി എന്നും ചട്ടമ്പി സ്വാമികളെ വിശേഷിപ്പിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ്. കാവ്യയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെടുന്ന ചട്ടമ്പി സ്വാമികൾ. അതുപോലെ കാഷായം ധരിക്കാത്ത സന്യാസി എന്നറിയപ്പെടുന്നു. സർവ്വവിദ്യാധി രാജ എന്നറിയപ്പെടുന്നു. സദ്ഗുരു എന്നറിയപ്പെടുന്നു. അതുപോലെ ബാലഭട്ടാരകൻ എന്നും ശ്രീ ഭട്ടാരകൻ എന്നും അറിയപ്പെടുന്നു. ഓക്കെ, അതുപോലെ വിദ്യാധിരാജ എന്നറിയപ്പെടുന്നു. വിദ്യാധിരാജ എന്ന് ആരാണ് വിശേഷിപ്പിച്ചത്? വിദ്യാധിരാജ എന്ന് വിശേഷിപ്പിച്ചത് അദ്ദേഹത്തെ 8.5 യോഗമാണ്. അതുപോലെ ഷൺമുഖദാസൻ എന്ന് വിശേഷിപ്പിച്ചത് തൈക്കാട് അയ്യയാണ്.
അതുപോലെ സർവജ്ഞനായ ഋഷി എന്നും പരിപൂർണ്ണ കലാനിധി എന്നും വിശേഷിപ്പിച്ചത് ചട്ടമ്പിസ്വാമികളെ വിശേഷിപ്പിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. ഓക്കെ, ചട്ടമ്പിസ്വാമികളെ വിശേഷിപ്പിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. സർവജ്ഞനായ ഋഷി എന്നും പരിപൂർണ്ണ കലാനിധി എന്നും അറിയപ്പെടുന്നത് ചട്ടമ്പിസ്വാമികളാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ്, അത് പഠിക്കണം. ചട്ടമ്പിസ്വാമികൾ, അതായത് ഈ ചട്ടമ്പി എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കവലച്ചട്ടമ്പി അങ്ങനെ ആ രീതിയിലൊന്നുള്ളതല്ല. അതായത് പേട്ടയിൽ രാമൻപിള്ള ആശാനായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഗുരു എന്ന് പറയുന്നത്. അതായത് പേട്ടയിൽ രാമൻപിള്ള ആശാൻ്റെ കളരിയിൽ അദ്ദേഹം വിദ്യ അഭ്യസിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് കളരിയിലെ ലീഡർ എന്ന അർത്ഥം അല്ലെങ്കിൽ മെൻറ്റർ എന്ന വാക്കാണ് ഈ ചട്ടമ്പി എന്ന അർത്ഥത്തിൽ വരുന്നത്. ഓക്കെ, ലീഡർ അല്ലെങ്കിൽ മെൻറ്റർ എന്ന രീതിയിലാണ് ചട്ടമ്പി എന്നുള്ള വാക്ക് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്, ചട്ടമ്പി എന്നുള്ള സ്ഥാനം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചട്ടമ്പി സ്വാമികൾ എന്ന് പറയുന്നത് ലീഡർ എന്ന രീതിയിലാണ്. തലപ്പന്ത് കളി, ഗുസ്തി എന്നിവയിൽ അഗ്രഗണ്യനായിരുന്നു ചട്ടമ്പി സ്വാമികൾ. ഓക്കെ, തലപ്പന്ത് കളിൽ, ഗുസ്തി എന്നിവയിൽ അഗ്രഗണ്യനായിരുന്ന നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. അതുപോലെ സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായി സേവനമനുഷ്ഠിച്ച നവോത്ഥാന നായകനും ചട്ടമ്പി സ്വാമികളാണ്. സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായി സേവനമനുഷ്ഠിച്ച നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. പട്ടിസദ്യ സംഘടിപ്പിച്ച നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. ഓക്കെ, പട്ടിസദ്യ സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ കൂടിയാണ് ചട്ടമ്പി സ്വാമികൾ. അതായത് സമൂഹത്തിൽ നിലനിന്നിരുന്ന ഫ്യൂഡൽ ചിന്താഗതിക്കെതിരെയാണ് അദ്ദേഹം പട്ടിസദ്യ നടത്തിയത്. ഓക്കെ, ചട്ടമ്പി സ്വാമികൾ പട്ടിസദ്യ സംഘടിപ്പിച്ച നവോത്ഥാന നായകനാണ്. സമൂഹത്തിലെ ഫ്യൂഡൽ ചിന്താഗതിക്കെതിരെയാണ് അദ്ദേഹം പട്ടിസദ്യ സംഘടിപ്പിച്ചത്. അടുത്തതായി തിരുവിതാംകൂറിൽ മൃഗബലി നിരോധിച്ച സാമൂഹിക പരിഷ്കർത്താവാണ്. അതായത് തിരുവിതാംകൂറിൽ മൃഗബലി നിരോധിക്കാൻ പരിശ്രമിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ചട്ടമ്പി സ്വാമികൾ. തിരുവിതാംകൂറിൽ മൃഗബലി നിരോധിക്കാൻ പരിശ്രമിച്ച സാമൂഹിക പരിഷ്കർത്താവാണ്. അപ്പോൾ നമ്മൾ മുമ്പിൽ പറഞ്ഞല്ലോ കുറച്ച് കാര്യങ്ങൾ, അപ്പോൾ അതിൻ്റെ കൂടെ ഇപ്പം പഠിക്കേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം. അടുത്തതായി നമ്മൾ നോക്കുന്നത് ചട്ടമ്പി സ്വാമികളുടെ ഗുരുക്കന്മാരെ കുറിച്ചാണ്. PSCയിൽ അദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാരെക്കുറിച്ച് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ആദ്യകാല ഗുരു എന്നറിയപ്പെടുന്നത് പേട്ടൽ രാമൻപിള്ള ആശാനാണ്. നമ്മൾ ചട്ടമ്പി എന്ന പേരുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, ചട്ടമ്പി സ്വാമിയുടെ ആദ്യകാല ഗുരു എന്നറിയപ്പെടുന്നത് പേട്ടൽ രാമൻപിള്ള ആശാനാണ്. അതുപോലെ തന്നെ ഹഠയോഗ അഭ്യസിപ്പിച്ചത് തൈക്കാട് അയ്യാണ് അല്ലേ. നമ്മൾ ഷൺമുഖദാസൻ എന്നുള്ള പേര് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു. ഹഠയോഗ അഭ്യസിപ്പിച്ചത് ചട്ടമ്പി സ്വാമികളെ ഹഠയോഗ അഭ്യസിപ്പിച്ച വ്യക്തിയാണ് തൈക്കാട് അയ്യ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അടുത്തതായി ചട്ടമ്പി സ്വാമികളെ സംസ്കൃതം, വേദോപനിഷത്ത്, യോഗവിദ്യ പഠിപ്പിച്ചതെല്ലാം സുബ്ബജടാപാടികളാണ്. ഓക്കെ, സംസ്കൃതം, വേദോപനിഷത്ത്, അതായത് വേദവും ഉപനിഷത്തുകളും യോഗവിദ്യ എന്നിവയെല്ലാം പഠിപ്പിച്ചത് സുബ്ബജടാപാടികൾ. പിന്നെ ചട്ടമ്പി സ്വാമികളെ തമിഴ് വേദാന്ത സൂത്രം, അതുപോലെ തമിഴ് വ്യാകരണം എന്നിവയെല്ലാം പഠിപ്പിച്ചത് സ്വാമിനാഥ ദേശികറാണ്. തമിഴ് വേദാന്ത സൂത്രം, തമിഴ് വ്യാകരണം എന്നിവയെല്ലാം പഠിപ്പിച്ചത് സ്വാമിനാഥ ദേശികർ. അടുത്തത് മർമ്മവിദ്യ പഠിപ്പിച്ചത് ചട്ടമ്പി സ്വാമികളെ മർമ്മവിദ്യ പഠിപ്പിച്ചത് ആത്മാനന്ദ സ്വാമികളാണ്. അതായത് കുമാരവേലു എന്നറിയപ്പെടുന്ന ആത്മാനന്ദ സ്വാമികളാണ്. ആത്മാനന്ദ സ്വാമികളുടെ മറ്റൊരു പേരാണ് കുമാരവേലു എന്നറിയപ്പെടുന്നത്. മർമ്മവിദ്യ പഠിപ്പിച്ച ചട്ടമ്പി സ്വാമികളെ മർമ്മവിദ്യ പഠിപ്പിച്ചത് ആത്മാനന്ദ സ്വാമികൾ എന്നറിയപ്പെടുന്ന കുമാരവേലുവാണ്. ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട് PSCയിൽ അറിഞ്ഞിരിക്കേണ്ട രണ്ട് ഇമ്പോർട്ടൻ്റ് ആയ വർഷമാണ് 1882, അതുപോലെ 1892. 1882 വരുന്നത് ശ്രീനാരായണ ഗുരുവിനെ ചട്ടമ്പി സ്വാമികൾ കണ്ടുമുട്ടുന്ന വർഷമാണ്. ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷമാണ് 1882. ഓക്കെ, 1882 അണിയൂർ ക്ഷേത്രത്തിൽ വെച്ച് ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും തമ്മിൽ കണ്ടുമുട്ടുന്നത്. അണിയൂർ ക്ഷേത്രം എന്ന് പറയുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്തെ ചെമ്പഴന്തിയിലാണ് അണിയൂർ ക്ഷേത്രം. 1882 തിരുവനന്തപുരത്തെ ചെമ്പഴന്തിയിലെ അണിയൂർ ക്ഷേത്രത്തിൽ വെച്ച് ശ്രീനാരായണ ഗുരുവിനെ ചട്ടമ്പി സ്വാമികൾ കണ്ടുമുട്ടുന്നത് 1882. ഓക്കെ, 1992 അദ്ദേഹം സ്വാമി വിവേകാനന്ദ ചട്ടമ്പി സ്വാമികൾ സ്വാമി വിവേകാനന്ദനുമായി കണ്ടുമുട്ടുന്നത്. 1992 സ്വാമി വിവേകാനന്ദനുമായി കണ്ടുമുട്ടുന്നത് എറണാകുളത്ത് വെച്ചാണ്. ഓക്കെ, ചട്ടമ്പി സ്വാമികൾ സ്വാമി വിവേകാനന്ദനുമായി കണ്ടുമുട്ടുന്നത് എറണാകുളത്ത് വെച്ചാണ്. ഇവിടെ ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ്, PSCയിൽ ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ് നോക്കുന്നത്. മലബാറിൽ ഞാൻ ഒരു യഥാർത്ഥ മനുഷ്യനെ കണ്ടുമുട്ടിയെന്ന് സ്വാമി വിവേകാനന്ദൻ ആരെക്കുറിച്ചാണ് പറഞ്ഞത്? മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടുമുട്ടിയെന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് ആരെക്കുറിച്ചാണ്? ചട്ടമ്പി സ്വാമികളെക്കുറിച്ചാണ്. ഓക്കെ, 1892 സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ കണ്ടുമുട്ടുന്നു. അതായത് ചട്ടമ്പി സ്വാമികൾ സ്വാമി വിവേകാനന്ദനെ കണ്ടുമുട്ടുന്നു എറണാകുളത്ത് വെച്ച്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടുമുട്ടിയെന്ന് സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് പറഞ്ഞതാണ്.
സ്വാമി വിവേകാനന്ദൻ കേരളത്തെക്കുറിച്ച് പറഞ്ഞത് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. കേരളത്തിനെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചതാണ് സ്വാമി വിവേകാനന്ദൻ. അപ്പോൾ അദ്ദേഹം കേരളത്തിലെ ഒരു യഥാർത്ഥ മനുഷ്യനെ കണ്ടുമുട്ടി എന്ന് പറഞ്ഞത് ചട്ടമ്പി സ്വാമികളെക്കുറിച്ചാണ്. ഓക്കെ, ഈ ഭ്രാന്താലയം എന്ന കേരളത്തിൽ അദ്ദേഹം ഒരു യഥാർത്ഥ മനുഷ്യനെ കണ്ടുമുട്ടി എന്ന് പറയുന്നത് ചട്ടമ്പി സ്വാമികളെക്കുറിച്ചാണ്. ഇനി ചട്ടമ്പി സ്വാമികൾ വിവേകാനന്ദനെക്കുറിച്ച് പറഞ്ഞത് അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാനൊരു കൊതുകാണ്, അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ഇത് ചട്ടമ്പി സ്വാമികൾ വിവേകാനന്ദനെ കുറിച്ച് പറഞ്ഞതാണ്. സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് വിശേഷിപ്പിച്ചത് മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്നാണ്. അപ്പോൾ ചട്ടമ്പി സ്വാമികൾ വിവേകാനന്ദനെ വിശേഷിപ്പിച്ചെന്താണ്, അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാനൊരു കൊതുകാണ് എന്നാണ് വിശേഷിപ്പിച്ചത്. ഓക്കെ, അതുപോലെ തന്നെ സ്വാമി വിവേകാനന്ദന് ചിന്മുദ്രയുടെ പൊരുൾ പഠിപ്പിച്ചു കൊടുത്തത് ചട്ടമ്പി സ്വാമികളാണ്. ചിന്മുദ്ര എന്താണ് എന്നുള്ള കാര്യങ്ങൾ അതിൻ്റെ പൊരുൾ തിരിച്ച് പറഞ്ഞു കൊടുത്തതെല്ലാം ചട്ടമ്പി സ്വാമികളാണ്. ഓക്കെ, വിവേകാനന്ദന് ചിന്മുദ്രയുടെ പൊരുൾ പഠിപ്പിച്ചു കൊടുത്തത് ചട്ടമ്പി സ്വാമികളാണ്. ഇനി ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥിതി ചെയ്യുന്നത് പന്മനയിലാണ്. ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ പന്മനയിലാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സമാധിക്ക് തൊട്ടടുത്താണ് ബാലഭട്ടാരക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ പന്മനയിലാണ്. ഈ പന്മനയിൽ തന്നെയാണ് ബാലഭട്ടാരക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചട്ടമ്പി സ്വാമികളുടെ സമാധിയുടെ അരികിലാണ്. ഓക്കെ, ചട്ടമ്പി സ്വാമികളുടെ സമാധി പന്മല കൊല്ലത്താണെന്ന് പറഞ്ഞു അല്ലെ, കൊല്ലം ജില്ലയിലെ പന്മലയിലാണെന്ന് പറഞ്ഞു. കൊല്ലത്ത് ആശ്രമമുണ്ട്. ഈ ചട്ടമ്പി സ്വാമികളുടെ സമാധിയുടെ ഭാഗത്ത് ആശ്രമമുണ്ട്. അതുപോലെ തന്നെ പന്മനയിൽ തന്നെയാണ് ബാലഭട്ടാരക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ കൊല്ലത്തെ ആശ്രമവും ബാലഭട്ടാരക ക്ഷേത്രവും സ്ഥാപിച്ചത് കുമ്പളത്ത് ശങ്കുപിള്ളയാണ്. കൊല്ലത്തെ ബാലഭട്ടാരക ക്ഷേത്രവും അതുപോലെ കൊല്ലത്തെ ആശ്രമവും ചട്ടമ്പി സ്വാമികളുടെ സമാധിയുടെ ഭാഗത്തുള്ള ആശ്രമവും സ്ഥാപിച്ചത് ആരാണ്? കുമ്പളത്ത് ശങ്കുപിള്ളയാണ്. അടുത്തത് ചട്ടമ്പി സ്വാമികളുടെ ഒരു ശ്രദ്ധേയമായൊരു കോട്ടാണ്, വിദ്യയും വിത്തവും ഉണ്ടെങ്കിൽ മനുഷ്യ പുരോഗതി സാധ്യമാകും. വിദ്യയും വിത്തവും ഉണ്ടെങ്കിൽ മനുഷ്യ പുരോഗതി സാധ്യമാകുക എന്നുള്ളത് ചട്ടമ്പി സ്വാമികളുടെ ഒരു ശ്രദ്ധേയമായ ഒരു കോട്ടാണ്. അതുപോലെ തന്നെ ചട്ടമ്പി സ്വാമികളുടെ പ്രശസ്തമായ ചില ബുക്സാണ് വേദാധികാര നിരൂപണം, ജീവകാരുണ്യ നിരൂപണം, ക്രിസ്തുമത ഛേദനം, മോക്ഷപ്രദീപ ഖണ്ഡനം, സർവമത സമരസ്യം എന്നിവയെല്ലാം. അതുപോലെ തുടർന്ന് കുറേ ബുക്സുകളുണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ആ ലിസ്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ചട്ടമ്പി സ്വാമികളെക്കുറിച്ചുള്ള മുഴുവൻ ക്ലാസ് ഏകദേശം PSCയിൽ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് പ്രയോജനപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ആളെന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിലെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.